ഇന്ന് ഏത്തപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് റെഡിയാക്കാൻ പോകുന്നത്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. റെസിപ്പിയുടെ പേര് ഏത്തപ്പഴം വിളയിച്ചത്. ഇത് ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ ഏത്തപ്പഴം വളരെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ അറിയാതെ കഴിച്ചോളും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്കായിട്ട് മെയിനായിട്ട് വേണ്ടത് ഏത്തപ്പഴം തന്നെയാണ്. എനിക്ക് നല്ല നാടൻ ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ട്. ഒരു 3 എണ്ണം ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം, തേങ്ങ വേണം, അവില് വേണം. അവില് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവിലും കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും. അവിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഞാൻ പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് ചെറുതായി പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ആദ്യം നെടുകെ കീറിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൗണ്ടായിട്ട് അതേ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെയും ഒരു കുഴപ്പമില്ല. ഞാൻ ഇതുപോലെയാണ് സ്ഥിരം എടുക്കാറുള്ളത്. അപ്പോൾ 3 പഴവും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ശർക്കര ആവശ്യമുള്ളവർക്ക് അതും ചേർക്കാം. പഴമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ചെയ്തെടുക്കുന്നത് നെയ്യിൽ തന്നെ ആയിരിക്കണം. വെളിച്ചെണ്ണയിലും സൺഫ്ലവർ ഓയിലും ഒന്നും ചെയ്യരുത്, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പഴം അങ്ങ് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാ വശവും നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതുപോലെ ഇളക്കാതിരുന്നാൽ എല്ലാ സൈഡും എല്ലാ പഴത്തിൻ്റെ കഷ്ണങ്ങളും ഒരുപോലെ വേവണമെന്നില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. പഴം വെന്ത് വന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. വെന്തില്ല എന്നുണ്ടെങ്കിൽ ആ പഴത്തിൻ്റെ ആ പച്ചച്ചെവി എന്ന് പറഞ്ഞാൽ പഴത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എടുത്തറിയും. അപ്പോൾ അതില്ലാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. പക്ഷേ അതിലും ഇടയ്ക്കിടയ്ക്ക് പഴം വേവാതെ കിടപ്പുണ്ട്. അതൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേ ബാക്കിയും വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, എല്ലാം കൂടി അങ്ങ് ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയാൽ എല്ലാം കൂടി ഒന്ന് കുഴകുഴായിരിക്കും. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ പഴമൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ആ മാറ്റിയെടുത്ത ശേഷം അതേ പാനിൽ തന്നെയാണ് ബാക്കിയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു ഹൈപ്പും കൂടി ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ഞാൻ പഴമൊക്കെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതേ പാനിൽ തന്നെ 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കയ്യിലുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് പിസ്തയും അണ്ടിപ്പരിപ്പും ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്കിതിൽ എന്ത് വേണോ ചേർക്കാം. പിസ്ത ചേർക്കാം, ബദാം ചേർക്കാം, അണ്ടിപ്പരിപ്പ് മസ്റ്റായിട്ട് ചേർക്കണം. അതാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ മുന്തിരി ചേർക്കാം. ഉണക്കമുന്തിരി എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. ഈ 2 ഐറ്റമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇത് 2 ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയായിരുന്നു. വലിയ തേങ്ങയാണെങ്കിൽ അത്രയും വേണമെന്നില്ല. നിങ്ങൾ പഴം എടുക്കുന്നതനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം, ഒരുപാട് മൂത്ത് പോകരുത്. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ മതി. പിന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം, 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ പിന്നെ അവർ ചോദിച്ച് വാങ്ങി കഴിച്ചോളും. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, അവർക്ക് ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഴം അത്യാവശ്യം പഴുത്ത് നല്ല മധുരമുള്ള പഴമായിരുന്നു. അതുകൊണ്ട് മധുരം അതനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടങ്ങ് പഴുത്തു പോയ പഴം എടുക്കരുത്. അങ്ങനെ എടുത്താൽ പെട്ടെന്ന് വെന്ത് കൊഴിഞ്ഞു പോകും. അധികം പഴുക്കാത്ത പഴം വേണം എടുക്കാൻ.
ഇനി ആ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി എടുത്ത് വെച്ചിട്ടുള്ള അവിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അവിലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്തൊക്കെ ആ നെയ്യിൽ കിടന്ന് വരണ്ട് വരുന്നതിൻ്റെയൊക്കെ ഒരു അടിപൊളി മണമാണ്. ആ മണം വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇങ്ങനെ ആക്കി തന്നെ പഴം കൂടി ചേർത്തില്ലെങ്കിലും ഇതുപോലെ തേങ്ങയും അവിലും നട്ട്സൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെയും കഴിക്കാം. അതും വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ അവിൽ വിളയിച്ചത് എന്നുള്ള പേരിൽ കിട്ടുകയും ചെയ്യും. പഴവും കൂടി ചേർക്കുമ്പോൾ പഴം വിളയിച്ചതാവുകയും ചെയ്യും. അങ്ങനെ 2 ഐറ്റമായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് പഴം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പഴവും കൂടി ചേർത്ത ശേഷം സാവധാനത്തിൽ ഇനി അവിലും തേങ്ങയും നട്ട്സും എല്ലാം കൂടി അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴം ഒരുപാടങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. പക്ഷെ അവിലും തേങ്ങയും എല്ലാം അതിലൊന്ന് കോട്ടായിട്ട് വരികയും ചെയ്യണം. എന്നാലും പഴം ഉടഞ്ഞു പോകാതെ ഒന്നും കിട്ടില്ല. പഴം വെന്ത് വരുന്നതാണ്. അപ്പോൾ ഒട്ടും ഒരുപാടങ്ങ് പഴുക്കാത്ത പഴമാണെങ്കിൽ ആ ഒരു രീതിയിൽ കിട്ടിയെന്ന് വരും. എനിക്ക് കുറച്ചൊന്ന് പഴുത്തതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് അധികം പഴുത്ത പഴം ഇതിലേക്ക് എടുക്കരുതെന്ന്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിലായിട്ട് ഹൈപ്പ് എന്ന് കാണാൻ പറ്റും. അതും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ. ബൈ അയാൻസ് വേൾഡ്.